തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴി വില്ലനായി MG റോഡ് കോട്ടപ്പുറം പാലത്തിന് സമീപം സ്കൂട്ടറിൽ സ്വകാര്യ ബസ്സിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്തനാണ് മരിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി P. പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരികുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്വം. 5 പേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം. ഉപന്യാസ വിഭാഗത്തിൽ M. സ്വരാജിന് പുരസ്കാരം. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ നഗരമധ്യത്തിൽ റോഡിലെ കുഴി യുവാവിന്റെ ജീവനെടുത്തു. MG റോഡിൽ കോട്ടപ്പുറം മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. KL 08 BV 8906 എന്ന നമ്പറിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടർ കോട്ടപ്പുറം മേൽപ്പാലത്തിന് താഴെ വിശ്രമിക്കുന്നു. യാത്രികൻ വിഷ്ണുദത്താകട്ടെ നിത്യനിദ്രയിലും. നിറമുള്ള ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായി അമ്മയ്ക്കൊപ്പം നഗരത്തിലേക്ക് വന്ന 32-കാരനാണ് അനാസ്ഥയുടെ കുഴിമൂലം ജീവിതത്തോട് വിട പറഞ്ഞത്. വിഷ്ണുദത്തും അമ്മയും വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോഴായിരുന്നു അപകടം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നിൽ വന്നിരുന്ന തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിഷ്ണുദത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ പത്മിനി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധമാണ് MG റോഡിൽ നടന്നത്. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ റോഡിൽ പ്രതിഷേധിച്ചു. ഈ രണ്ടാമത്തെ അപകടമാണ്. ഈ കൊലക്കൂട്ടത്തിന്റെ പേര് കേസെടുക്കണം, സെക്രട്ടറി പേര് കേസെടുക്കണം. അല്ലാതെ സമരം അവസാനിപ്പിക്കില്ല, സമരം തുടരും. വളരെ നിസ്സാര തുകയാണ് ഈ ചെറിയ കുഴി അടയ്ക്കാൻ വേണ്ടത്. അതുപോലും മേയർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഇടതു ഭരണസമിതി വലിയ പരാജയമാണെന്ന് ഒരു രക്തസാക്ഷിയോട് തെളിയിച്ചിരിക്കുകയാണ്. പിന്നാലെ BJP പ്രവർത്തകരും റോഡിൽ കിടന്ന് പ്രതിഷേധമുയർത്തി. തൃശൂർ മേയർ ഗോവ ടൂറിലാണ്. അതുകൊണ്ട് അടിയന്തരമായി മേയർ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം അതിശക്തമായ സമരപരിപാടിക്ക്, പ്രത്യക്ഷ സമരപരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ഒരു ജീവൻ പൊലിഞ്ഞിട്ടാണോ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടി വരുന്നതിൽ വളരെയധികം ദുഃഖജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളുടെ ജീവൻ വെളിച്ചിട്ട് ഉള്ളൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3/4 മണിക്കൂറോളം MG റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. MG റോഡിലെ കുഴികൾ മുൻപും പലതവണ വില്ലനായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കംപ്ലീറ്റ് കുണ്ടും കുഴിയും മഴ പെയ്ത ഇതുമാതിരി പല കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അടയ്ക്കാണ്ട് ഫില്ലാണ്ട് അതുമാതിരി മോശമായ രീതിയാണ് കിടക്കുന്നത്. സീതാറാം വൈദ്യശാലയിലെ ഫാർമസിസ്റ്റാണ് മരിച്ച വിഷ്ണുദത്ത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നഗരത്തിൽ എല്ലായിടത്തും ഈ രീതിയിലുള്ള കുഴികളാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ആ കുഴി അടയ്ക്കുന്നതിന് മഴക്കാലത്തിന് മുമ്പ് തന്നെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം KB ലിബീഷ്, TCV, തൃശൂർ. തൃശൂർ MG റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് ബസ് കയറി യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, നിഖിൽ വടക്കൻ, ഡെൽജിൻ ഷാജു, ലിയാസ് ബാബു, ശ്രീരാം സൗരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
MG റോഡിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ. മാസങ്ങൾക്ക് മുൻപും ഒരു യുവതി MG റോഡിലെ കുഴിയിൽ ബൈക്ക് മറിഞ്ഞു മരിച്ചിരുന്നു. നഗരഹൃദയത്തിലെ പല റോഡുകളുടെയും അവസ്ഥ പരിതാപകരമാണ്. താറുമാറായ റോഡുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ടൂ വീലർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. വി ഗോപകുമാർ, സജി ആറ്റത്ര, വിൽസൺ പി ജോൺ, കെ ശിവരാമൻ, TS സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതാംബ വിവാദങ്ങൾക്കിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൃഷിമന്ത്രി P പ്രസാദും ഒരേ വേദിയിലെത്തി. പുഴയ്ക്കലിൽ നടന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. It's really nice to hear from you. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഒരുക്കിയിരുന്ന സർക്കാരിന്റെ പരിപാടിയിൽ ഗവർണർ കാവിക്കുടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രി P പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. ഈ വിവാദത്തിന് ശേഷമാണ് പുഴയ്ക്കലിലെ ആഡംബര ഹോട്ടലിൽ നടന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. ഇരുവരും സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ബിരുദദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ തൊഴിൽ അന്വേഷകരാകരുതെന്നും മറിച്ച് തൊഴിൽ ദാതാക്കളാകാൻ ശ്രമിക്കണമെന്നും ഗവർണർ പറഞ്ഞു. നല്ല മന്ത്രിയാണ് പ്രിയ സുഹൃത്തായ പ്രസാദ് എന്ന് പറഞ്ഞ ഗവർണർ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാതെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രിയെ പുകഴ്ത്തുകയും ചെയ്തു. കൃഷിമന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, രജിസ്ട്രാർ സക്കീർ ഹുസൈൻ, ഡീൻ റോയ് സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ കടമ്പോട്ട് സിദ്ദിഖ്, പോൾ തോമസ് എന്നിവരെ ഓണററി ബിരുദം നൽകി ആദരിച്ചു. (2021, 2022 and 2023) in Agricultural Sciences and Plant and Animal Science by Thomson University of ഔദ്യോഗിക പരിപാടികൾ ഭാരതാംബ ചിത്രം, കൊടി തുടങ്ങിയ ചിഹ്നങ്ങൾ പാടില്ല എന്നതാണ് സർക്കാർ നിലപാടെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പറഞ്ഞു. പുഴയ്ക്കലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഭാരതാംബ ചിത്ര വിവാദത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ല. ഇന്ത്യ അംഗീകരിച്ച ചിത്രമല്ല ഇതെന്നും മതസ്പർദ്ധ വളർത്തുന്നതിനൊപ്പം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനുമാണ് ഇത്തരം ശ്രമങ്ങളെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അതിനുശേഷം ആദ്യമായിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വേറെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലല്ലോ. കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് അവാർഡുകളുമെല്ലാം പഠനത്തിൻ്റെ ഭാഗമായി നേടിയ കുട്ടികൾക്കുള്ള അവരുടെ ബിരുദദാന ചടങ്ങായിരുന്നു. ആ ചടങ്ങ് പോലുള്ളവരിടത്ത് മറ്റ് തർക്കങ്ങളുടെ വേദിയാവാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു വേദിയായില്ല അത്. ഇല്ല, ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. രാജ്ഭവനിലെ പരിപാടിക്കകത്ത് കൃഷി വകുപ്പിൻ്റെ പരിപാടിയായിരുന്നു അതും. ആ പരിപാടിയിൽ അത്തരത്തിലൊരു ചിത്രം വെക്കുന്നു എന്ന് വന്നപ്പോഴാണ് നമുക്കതിനോട് സർക്കാരിന് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ആ കാര്യം രാജ്ഭവനെ അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിപ്പോഴും ഔദ്യോഗികമായ പരിപാടികൾക്കകത്ത് അത്തരം ചിഹ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അത്
അയ്യന്തോളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. അയ്യന്തോൾ ലോ കോളേജ് ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ച 5 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചാലക്കുടി പുഴയിൽ വെള്ളമുയർന്നതോടെ മാളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ആലമറ്റം കണക്കൻകടവ് റോഡിലേക്ക് പുഴയിൽ നിന്ന് വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. പുഴയിൽ നിന്നുള്ള വെള്ളം കയറിയതും തോടുകളിലുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതുമാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. കുണ്ടൂർ, വയലാർ, ചെത്തിക്കോട് പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. പൊക്കാഞ്ചേരി സുഗതൻ, പൊക്കാഞ്ചേരി മോഹനൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വെള്ളം കയറിയത്. അന്നമനട പഞ്ചായത്തിലെ പുഴയോരത്തെ സൗഹൃദ തീരം പൂർണ്ണമായി വെള്ളത്തിലായി. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. വാഴച്ചാൽ പാലത്തിന് താഴെ ചാലക്കുടി പുഴയിലായിരുന്നു സംഭവം. മറുകരയിൽ നിന്ന് പുഴയിലൂടെ കടക്കാൻ ശ്രമിച്ചതായിരുന്നു കാട്ടാന. പുഴയുടെ തുരുത്തിലെത്തിയതോടെ ആനയ്ക്ക് ഒരിടത്തേക്കും നീങ്ങാനായില്ല. വിവരമറിഞ്ഞ വനപാലകർ ആനയുടെ രക്ഷയ്ക്കെത്തി. പൊരിങ്ങൽക്കുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തൽക്കാലത്തേക്ക് അടച്ച് പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിച്ചു. ഇതോടെ ആന മറുകരയിലെ കാട്ടിലേക്ക് തിരിച്ചുപോയി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിലാണ് പ്രദേശത്ത് നാശം സംഭവിച്ചത്. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചെമ്മനാടൻ സുരേഷ്, എടത്താടൻ രജീഷ്, മുളയ്ക്കൽ തങ്കമ്മ, ജോബി ആറ്റുപുറം എന്നിവരുടെ പറമ്പുകളിലാണ് കൂടുതലായി നാശനഷ്ടം സംഭവിച്ചത്. വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ ദേശീയപാത ചാലക്കുടി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. പുഴയുടെ തീരത്ത് സ്വകാര്യ ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ക്ലബിന്റെ സംരക്ഷണ വേലിയടക്കം പുഴയിലേക്ക് വീണു. 2 ദിവസമായി നേരിയ തോതിൽ കരഭാഗം ഇടിഞ്ഞിരുന്നു. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. വൃക്കരോഗബാധിതനായ ഗംഗാധരനും ഭിന്നശേഷിക്കാരനായ മകനും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽക്കൂര ഉൾപ്പെടെ നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. വീട്ടിൽ ഗംഗാധരനും ഭാര്യയും 2 മക്കളുമാണ് താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗംഗാധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപകടം നടക്കുന്ന സമയത്ത് ഗംഗാധരനും മകനും അടുക്കളയിലായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ കഴിയാതെ നിന്ന് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വാർഡ് മെമ്പർ NM പുഷ്പാകരൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. വീട്ടുകാരെ നന്ദിക്കര സർക്കാർ സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് 3 സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി നഗരസഭ, മേലൂർ, പരിയാരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 73 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നഗരസഭയിലെ കൂടപ്പുഴ കുട്ടാടം പാടശേഖരത്തിൽ നിന്നുള്ള 11 വീട്ടുകാരെ NSS ഹാളിലേക്കും പരിയാരം മംഗലം കോളനിയിലെ 13 കുടുംബങ്ങളെ സെന്റ് ജോർജ് സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു.
മേലൂർ ഡിവൈൻ നഗർ കോളനിയിലെ 49 വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി കൊടുങ്ങല്ലൂർ റൂട്ടിലെ വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി. തച്ചുടപ്പറമ്പ് റോഡും വെള്ളം കയറി ഗതാഗതം നിലച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ എമർജൻസി ഷട്ടർ തുറന്നതോടെയാണ് ചാലക്കുടി പുഴയിലെ ജലവിധാനം മുന്നറിയിപ്പ് അളവിന്റെ 7.10 മീറ്റർ കടന്നത്. പദ്ധതി പ്രദേശത്ത് കനത്ത മഴയുമുണ്ടായി. എന്നാൽ പുലർച്ചെ മുതൽ ഡാമിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. ഇതോടൊപ്പം ചാലക്കുടി പുഴയിലെ ജലവിധാനവും കുറഞ്ഞു. നിലവിൽ ഗുരുതരമായ അവസ്ഥയില്ല. മംഗലം കോളനിയിലെ വീട്ടുകാരെ ബുധനാഴ്ച രാത്രി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് പറഞ്ഞു. മംഗലം കോളനിയിലും HDP കോളനിയിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇന്നലെ ക്യാമ്പ് തുറന്നത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പിലേക്ക് ജനങ്ങളെ പുനരധിവസിപ്പിച്ചത്. ഇതേ മാർഗമുള്ളൂ, വെള്ളം കയറുമ്പോൾ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ അധികാരികൾ തുറക്കണം എന്നാണ് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭയിലെ ദുരിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം നടന്നു. TCV ന്യൂസ്, ചാലക്കുടി. കാഞ്ഞാണി കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് നടപടി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത്. ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി. ഒരു ബണ്ട് താൽക്കാലികമായി പൊട്ടിച്ചിട്ട് വെള്ളം ഇടാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളന്ന് പറയേണ്ടായി. അതുപോലെ തന്നെയാണ് മണലൂർ പടവിൻ്റെ ഭാഗത്തേക്കും ഇത് തുറന്നുവിടാൻ, ബണ്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ തുറന്നുവിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ ബണ്ട് പൊട്ടിച്ച് വെള്ളം ഇടാൻ ആവശ്യമായ തീരുമാനം അങ്ങനെ പൊട്ടിച്ചു വിടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്ന് ഈ 2 ബണ്ടുകളും പൊട്ടിച്ച് വിടാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത്. പൊളിച്ച ബണ്ടുകൾ കൃഷി ഇറക്കുന്നതിന് മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ചിലവ് അന്തിക്കാട് ബ്ലോക്കിലെ പഞ്ചായത്തുകൾ ചേർന്ന് വഹിക്കാനാണ് തീരുമാനം. ബണ്ടുകൾ പൊളിച്ചതോടെ ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വർഷവും ഇങ്ങനെ ബണ്ട് പൊളിക്കൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഇവിടെ സ്ഥിര സംവിധാനമായി വിസ്തൃതിയേറിയ സ്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ഇറിഗേഷൻ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാണ്. TCV തൃശൂർ. കനത്ത മഴയെ തുടർന്ന് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. 56.49 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. ഡാമിൽ 60% വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 52.70 മീറ്ററായിരുന്നു ജലനിരപ്പ്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 62.48 മീറ്ററാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകുകയാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണം. കാറ്റും മഴയുമുള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനം പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിൽ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ വെട്ടിനീക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിപ്പുണ്ട്. വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. അതേസമയം ജില്ലയിലെ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചു. ഭാരതപ്പുഴയിൽ ഓറഞ്ച് അലർട്ടും ചാലക്കുടി പുഴയിൽ മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ഇരു നദികളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തമാണ്. കനോലി കനാൽ കരകവിഞ്ഞൊഴുകുന്നു. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയം തുരുത്ത്, കാവിൽക്കടവ്, ഉഴുവത്തുകടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോത്തുരുത്ത് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അംഗൻവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ടു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മഴയുടെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായി കൊണ്ടിരിക്കുന്ന മഴ
പിന്നെ ഈ നമ്മളെ ഈ പെരിങ്ങൽ കുത്ത് ഡാം തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭീതിയിലും കൂടിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ പരിസരത്ത് മൊത്തം ഒരു 19 വീടുകളുണ്ട്, അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ആയിക്കൊണ്ടിരുന്ന മൊത്തം ഈ പരിസരത്തുള്ള ഒരു 19 വീടുകളുണ്ടാവും, അത് മൊത്തം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യുന്നൊരു ഇതിൽ അറിയാണ്ട് നിൽക്കണം ഇവിടുത്തെ ആൾക്കാർ. ആനാപ്പുഴ, അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അതേസമയം റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ജൂലൈ 8-ന് സൂചനാ സമരം നടത്തും. ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ തൃശൂരിൽ അറിയിച്ചു. 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൺസഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൃശൂരിൽ ചേർന്ന ബസ്സുടമ സംയുക്ത സമിതിയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസഷൻ കാര്യത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണമെന്നാണ് ബസ്സുടമകളുടെ ആവശ്യം. നിലവിലെ നിരക്കിന്റെ 50% മിനിമം ചാർജ് 5 രൂപയുമാക്കണമെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഇവർ പറയുന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബസ്സുടമ സംയുക്ത സമിതി ചെയർമാൻ ഹംസ ഇരിക്കുന്നൻ, ജനറൽ കൺവീനർ T ഗോപിനാഥൻ, വൈസ് ചെയർമാൻ ഗോകുലം ഗോകുൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കവികളായ KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്വം നൽകും. ഉപന്യാസ വിഭാഗത്തിൽ M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന ഗ്രന്ഥവും പുരസ്കാരത്തിന് അർഹമായി. സമഗ്ര സംഭാവന പുരസ്കാരത്തിന് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN മല്ലിക യൂനിസ് എന്നിവർ അർഹരായി. കവിത അനിത തമ്പി, നോവൽ GR ഇന്ദുഗോപൻ, ചെറുകഥ V ഷിനിലാൽ, നാടകം ശശിധരൻ നടുവിൽ, സാഹിത്യ വിമർശനം G ദിലീപൻ, വൈജ്ഞാനിക സാഹിത്യം ദീപക് P എന്നിവരും പുരസ്കാരം നേടി. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ K രാജശേഖരൻ നായർ, യാത്രാ വിവരണം KR അജയൻ, വിവർത്തനം ചിഞ്ചു പ്രകാശ്, ബാലസാഹിത്യം EN ഷീജ, ഹാസ്യസാഹിത്യം നിരഞ്ജൻ എന്നിവരാണ് മറ്റ് പുരസ്കാര ജേതാക്കൾ. വിലാസിനി പുരസ്കാരത്തിന് അർഹമായ കൃതികളൊന്നും ലഭിച്ചില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇത്തവണയും സാഹിത്യോത്സവം ചെറിയ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തമിഴ്നാട് വാൽപ്പാറയിൽ 4.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നരഭോജി പുലി കൂട്ടിൽ കുടുങ്ങി. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസിനിയെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലി പിടികൂടിയത്. വീടിന് മുന്നിൽ കളിക്കുന്നതിനിടെ തേയിലത്തോട്ടത്തിൽ നിന്നെത്തിയ പുലി കുട്ടിയെ പിടിച്ചുവലിച്ച് കൊണ്ടുപോവുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്ത് തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 55 കേസുകളിൽ 14 എണ്ണം തീർപ്പാക്കി. 2 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള 39 കേസുകൾ ജൂലൈയിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും. വിവാഹേതര ബന്ധങ്ങളിൽപ്പെട്ട് കുടുംബങ്ങൾ തകരുന്ന കേസുകളാണ് കൂടുതലായും പരിഗണനയ്ക്ക് വന്നതെന്ന് കമ്മീഷൻ അംഗം അറിയിച്ചു. അദാലത്തിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, പാനൽ അഭിഭാഷകരായ TS സജിത, ബിന്ദു രഘുനാഥ്, ഫാമിലി കൗൺസിലർ മാല രമണൻ എന്നിവർ പങ്കെടുത്തു. ചേറ്റുവിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചുള്ളിപ്പടി കറപ്പം വീട്ടിൽ ഹംസയുടെ മകൻ 17 വയസ്സുള്ള അസീമാണ് മരിച്ചത്. ചേറ്റുവ TM ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാടൂർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. HMS തൃശൂർ ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിച്ചു. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു.
അടിയന്തരാവസ്ഥാ സമരത്തിൽ പങ്കെടുത്ത് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച മോഹനൻ അന്തിക്കാടിനെയും രാഘവൻ മുളങ്ങാടിനെയും ജി ഷാനവാസിനെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ വി നായർ, മോളി ജോബി, തോമസ് ആമ്പക്കാടൻ, PM ഷംസുദ്ദീൻ, ആൻഡോ പോൾ, TL ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണന്റെ കൊമ്പന്മാർ പുന്നത്തൂർ ആനത്താവളത്തിലെത്തിയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. 1975 ജൂൺ 26-നാണ് ഗജരാജൻ കേശവന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ നിന്ന് 19 ആനകൾ ഘോഷയാത്രയായി എത്തി പുന്നത്തൂർ ആനത്താവളത്തിൽ ഗൃഹപ്രവേശം നടത്തിയത്. പുന്നത്തൂർ കോവിലകത്തിന്റെ ആസ്ഥാനമായിരുന്ന പുന്നത്തൂർ കോട്ടയിലെ 9.75 ഏക്കർ സ്ഥലം 1,60,000 രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വം വാങ്ങുകയായിരുന്നു. ഇപ്പോഴത്തെ ശ്രീവത്സം അതിഥി മന്ദിരം, പാഞ്ചജന്യം ടൂറിസ്റ്റ് ഹോം എന്നിവ സ്ഥിതി ചെയ്യുന്ന സാമൂതിരി കോവിലകം പറമ്പിലായിരുന്നു അതുവരെ ആനകളെ തളച്ചിരുന്നത്. നേരത്തെ 64 ആനകൾ വരെ ഉണ്ടായിരുന്ന ആനത്താവളത്തിൽ ഇപ്പോൾ 36 ആനകളാണുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനത്താവളത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വിരമിച്ച ജീവനക്കാർ ആനയൂട്ട് നടത്തി. ജീവധനം വിഭാഗത്തിൽ നിന്ന് വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് ആനയൂട്ട് നടത്തിയത്. ഇതിനായി 20,000 രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ കൃഷ്ണനാരായണന് ചോറൂരില നൽകി ആനത്താവളത്തിന്റെ ആദ്യ ചുമതലക്കാരനായിരുന്ന KP കരുണാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യകാല പാപ്പാൻ മണ്ണാരത്ത് ശങ്കരനാരായണൻ, വിരമിക്കുന്ന പാപ്പാൻ നളരാജൻ എന്നിവരെ ആദരിച്ചു. കൂട്ടായ്മ കൺവീനർ CV വിജയൻ അധ്യക്ഷത വഹിച്ചു. B ഹരികൃഷ്ണമേനോൻ, PV സോമസുന്ദരൻ, ശിവദാസ് മൂത്തേടത്ത്, M അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചു വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 66 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി പനയപ്പള്ളി വീട്ടിൽ സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R മിനി ശിക്ഷിച്ചത്. 2018 ഡിസംബറിൽ പല ദിവസങ്ങളിൽ അതിജീവിത അമ്മയുടെയും അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. മലേഷ്യയിലെ ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ റോബോട്ടിക്സ് മത്സരത്തിൽ ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിന് ബെസ്റ്റ് ഡിസൈനർ അവാർഡ്. കോലാലംപൂരിൽ നടത്തിയ റോബോ റോഡ്സ് മലേഷ്യ 2025 റോബോട്ടിക്സ് മത്സരത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദിത്യ ദിനേശ്, GR ആദർശ്, ST ആദർശ്, മുഹമ്മദ് ഫഹീം എന്നിവരടങ്ങിയ ടീമാണ് അവാർഡിന് അർഹരായത്. പല രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവരടങ്ങിയ ടീം അവാർഡിന് അർഹരായത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേധാവി ഷഹസിയ പർവീസ് M, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ J സുഗൻ എന്നിവരായിരുന്നു സ്റ്റാഫ് മെന്റേഴ്സ്. മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് പ്രതിനിധികൾ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ബ്രില്ലി സംഗീത, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ അനുമോദിച്ചു. കാലവർഷക്കെടുതിയിൽ തകർന്ന 2 വീടുകൾക്ക് താങ്ങായി KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റും ഇരു സംഘടനകളും ചേർന്ന് പണി കഴിപ്പിച്ച ഒരു വീടിന്റെ താക്കോൽദാനം കുരിയച്ചിറയിൽ നടന്നു. പടവരാട് പള്ളിക്ക് സമീപമായിരുന്നു 2ാമത്തെ വീടിന്റെ താക്കോൽദാനം. KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് S സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ നേതാക്കളായ NT ജോബ്, റാഫി മുഹമ്മദ്, PS കുഞ്ഞുണ്ണി, ഡിവിഷൻ കൗൺസിലർ സുനിൽ രാജ്, TCV മാറ്റുലി അവതാരകൻ ജോബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ തൃശൂർ ഈസ്റ്റ് ഡിവിഷൻ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. വൈദ്യുതി ബോർഡിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാകുന്ന നഷ്ടം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംഘടനാ ഡിവിഷൻ പ്രസിഡന്റ് MK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജു ചാലക്കൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, സംസ്ഥാന ട്രഷറർ P ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KN ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖരങ്ങളും സമീപത്തെ പൊന്തക്കാടുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ വാസസ്ഥലം നഷ്ടപ്പെട്ട കുറുനരി എത്തിയത് അങ്കണവാടിക്ക് മുന്നിൽ.
ചാഴൂർ 2-ാം വാർഡിലെ അങ്കണവാടിക്ക് മുൻപിലുള്ള റോഡിലെത്തിയ കുറുനരി എങ്ങോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിൽ വട്ടം തിരിയുന്ന കാഴ്ച ഒരേ സമയം ആശങ്കയും ദൈന്യതയും ഉണർത്തുന്നതായി. പാടത്തിനോട് ചേർന്നുള്ള പൊന്തക്കാടുകളിൽ നിന്ന് ഒട്ടേറെ കുറുനരികൾ കരപ്രദേശത്തേക്ക് കയറിയിട്ടുണ്ടെന്നാണ് സൂചന. ചാഴൂർ സ്വദേശി സുരേഷ് ബാബുവാണ് ഈ ദൃശ്യം പകർത്തിയത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തൃശൂർ കോടതി സമുച്ചയത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്തശില്പം അരങ്ങേറി. ലഹരി വിരുദ്ധ ദിനാചരണം സിവിൽ ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റിൻസ് പി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് വിനീത തമ്പി, അഡ്വക്കേറ്റ് ബെറ്റി ജോസ്, ലീഗൽ വളണ്ടിയർ PA ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. അച്ഛനൊരു പ്രതിയോഗിയായി നിന്നു. വെള്ളത്തിൽ മുങ്ങിയത് മൂലം ഗതാഗതം നിരോധിച്ച മനക്കൊടി പുള്ളു റോഡിലൂടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സഞ്ചരിച്ച കാർ വെള്ളത്തിൽ മുങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ എത്തിച്ചാണ് കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ബുധനാഴ്ചയായിരുന്നു സംഭവം. പുള്ളുപാടത്തെ റോഡിലെ വെള്ളത്തിൽ മണിക്കൂറുകളാണ് കാർ കുടുങ്ങിക്കിടന്നത്. ഈ പ്രദേശത്ത് റോഡിൽ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ചാലക്കുടി സ്വദേശിയുടെ കാർ മനക്കൊടി പുള്ളു റോഡിലൂടെ പെരിങ്ങോട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്നു. പാടശേഖരത്തിലെ വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകുകയാണ്. വെള്ളം കയറിയ റോഡിൽ മനക്കൊടി വാരിയം കോൾപ്പടവിന്റെ മോട്ടോർ ഷെഡിനടുത്ത് വെച്ച് വെള്ളം കയറി കാർ നിർത്തിയിടേണ്ടി വന്നു. കാറിലുണ്ടായിരുന്നവർ വെള്ളത്തിലൂടെ തിരികെ നടന്നു വന്ന് മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി അവിടെ ഉണ്ടായിരുന്നവരുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ വരുത്തിയാണ് വാഹനം വെള്ളം കയറിയ റോഡിലൂടെ വലിച്ച് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചത്. റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കാർ കടന്നുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ. ഇനി നോക്കാം വാണിജ്യം. ചുരുങ്ങിയ കാലം കൊണ്ട് ഹോം കെയർ രംഗത്ത് വിശ്വാസവും സേവന നിപുണതയും പിടിച്ചുപറ്റിയ സുനിത ഹോം കെയർ തിരുവല്ലോമലയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സുനിത ഹോം കെയർ തിരുവില്ലാമല പഞ്ചായത്തിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സുനിത ഹോം കെയറിന്റെ ഉദ്ഘാടനം പാസ്റ്റർ ജോർജ് നിർവഹിച്ചു. സോഫി, വിമല, ശിവദാസ്, ജോയ്, കുഞ്ഞുമോൻ, രവി, പ്രമീള എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. രോഗിപരിചരണം, ശിശുപരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ തുടങ്ങിയ നിരവധി സേവനങ്ങൾ സുനിത ഹോം കെയറിൽ ലഭ്യമാണ്. പരുത്തിപ്പാലയിൽ പ്രവർത്തിക്കുന്ന SAS ഹോം കെയർ സഹോദര സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9744524060, 6238440644 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9070 രൂപ, പവന് 72,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4427 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴി വില്ലനായി. MG റോഡ് കോട്ടപ്പുറം പാലത്തിന് സമീപം സ്കൂട്ടറിൽ സ്വകാര്യ ബസ്സടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്തനാണ് മരിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. ഭാരതാംബ വിവാദങ്ങൾക്കൊടുവിൽ തൃശൂരിൽ ഗവർണറും മന്ത്രി P. പ്രസാദും ഒരേ വേദിയിൽ. കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത്. തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി P. പ്രസാദ്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ചാലക്കുടി പുഴ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരികുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം.
കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവനാ പുരസ്കാരവും പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്വം. 5 പേർക്ക് സമഗ്ര സംഭാവനാ പുരസ്കാരം. ഉപന്യാസ വിഭാഗത്തിൽ M. സുരാജന് പുരസ്കാരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.